നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാകുംഭമേള അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ഇതിനോടകം നിരവധി രാഷ്ട്രീയ പ്രമുഖരും അതുപോലെ സിനിമാ മേഖലയിലുള്ളവരും മറ്റുള്ള പല മേഖലയിലും നിൽക്കുന്ന പല ആളുകളും ഇതിനോടകം കുംഭമേളയിലെത്തി സ്നാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ അവരും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലും മറ്റും പങ്കുവെക്കാറുണ്ട്. ഏതായാലും അവസാനത്തോട് അടുക്കും തോറും വലിയ തിരക്കാണ് മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് അനുഭവപ്പെടുന്നത്. അതേസമയം ചില ആളുകൾ അതിനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അത്തരത്തിലുള്ള പല അനിഷ്ട സംഭവങ്ങളും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട്. ഇപ്പോഴിതാ മഹാകുംഭമേളയിലെത്തിയ സ്ത്രീകളുടെ അപകീർത്തികരമായ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വിൽപ്പനയ്ക്ക് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത്തരം വീഡിയോകൾ പങ്കുവെക്കുകയും വിൽക്കുകയും ചെയ്ത 2 സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി ഉത്തർപ്രദേശ് പോലീസ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് കുംഭമേളയിൽ ധാരാളം സ്ത്രീകളും വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ കുളിക്കുന്നതിന്റെയും അതുപോലെ അവിടെ എവിടെയും നിന്ന് വസ്ത്രം മാറുന്നതിന്റെയും എല്ലാം തന്നെ ദൃശ്യങ്ങളാണ് ചിലർ അവിടെ ഒളിഞ്ഞു നിന്ന് പകർത്തി അത് ചില പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടീം കണ്ടെത്തുകയായിരുന്നെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ കോട്ട്വാലി കുംഭമേള പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ ആരംഭിച്ചതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വനിതാ തീർത്ഥാടകരുടെ വീഡിയോകൾ പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെതിരെയും കഴിഞ്ഞ ഫെബ്രുവരി 17 കേസെടുത്തിട്ടുണ്ട്. വിഷയത്തിൽ മെറ്റയോടും വിവരങ്ങൾ തേടിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകളാണ് അവിടെ സ്ത്രീകൾ വന്ന് കുളിക്കുന്നതിന്റെയും അല്ലെങ്കിൽ അവർ സ്നാനം ചെയ്യുന്നതിന്റെയും അവിടെ നിന്ന് സമീപത്ത് നിന്ന് അവർ വസ്ത്രം മാറുന്നതിന്റെ എല്ലാം വീഡിയോ ദുരുദ്ദേശപരമായി ഇവർ ഇത് പകർത്തുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അത് വിൽപ്പനയ്ക്ക് വെക്കുകയും ചെയ്യുകയാണ് ഒരു കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. സമാനമായ വീഡിയോകൾ വിൽപ്പനയ്ക്ക് വെച്ച ടെലിഗ്രാം ചാനലിനെതിരെയും കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുണ്ട്. മഹാകുംഭമേളയിൽ രാഷ്ട്രീയ, ബിസിനസ്, സിനിമാ രംഗത്തെ പ്രമുഖരടക്കം ഇതിനകം 50 കോടിയിലേറെ പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. ജനുവരി 13 ആരംഭിച്ച കുംഭമേള ഫെബ്രുവരി 26 അവസാനിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും അവിടെ അരങ്ങേറുന്നത്. അതേസമയം കുംഭമേളയ്ക്ക് ഭക്തരുടെ ഒഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ 60 റെയിൽവേ സ്റ്റേഷനുകളെ ഹൈ ട്രാഫിക് സ്റ്റേഷനുകളായി റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ സംവിധാനം ഒരുക്കും. ഭക്തരെ ട്രെയിൻ വരുന്നതുവരെ പ്രത്യേക മേഖലകളിൽ ഇരുത്തും. ഘട്ടം ഘട്ടമായി പ്ലാറ്റ്ഫോമുകളിലേക്ക് കടത്തിവിടും. പ്രയാഗ്രാജുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന റൂട്ടുകളിലെ 35 സ്റ്റേഷനുകളിൽ 24 മണിക്കൂർ നിരീക്ഷണത്തിനായി വാർ റൂം സജ്ജീകരിക്കും. 200 പുതിയ CCTVകൾ സ്ഥാപിച്ചു തുടങ്ങി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടികൾ. മഹാകുംഭമേള അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. പുണ്യസ്നാനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ഭക്തരാണ് പ്രയാഗ്രാജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 26 മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള അവസാനത്തെ പ്രധാന സ്നാനമായതിനാൽ എത്താൻ സാധ്യതയുള്ള ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ അധികൃതർ. പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും അധികാരികൾ അതീവ ജാഗ്രതയിലാണ്. അതിനു പുറമെ വാഹനങ്ങളുടെ സുഗമമായി പോകുന്നതിന് ഗതാഗതം വഴിതിരിച്ചുവിടാനുള്ള സ്ഥലങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കുംഭമേള മേഖലയുടെ പരിസരത്ത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ നിശ്ചിത സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന കണക്ക് പ്രകാരം ഇതുവരെ 52 കോടി ഭക്തരാണ് പുണ്യസ്നാനത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത്. തിങ്കളാഴ്ച പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിൽ നിരവധി തീർത്ഥാടകരാണ് എത്തിയത്. ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കേണ്ടി വന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.